വാർത്തയിലേക്ക് വിശദമായി. നിപ്പ ഭീതി നിലനിൽക്കുന്ന സാഹചര്യത്തിൽ കോഴിക്കോട് ജില്ലയിൽ കൂടുതൽ നിയന്ത്രണങ്ങൾ. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചു. എന്നാൽ പൊതുപരീക്ഷകൾക്ക് മാറ്റമില്ല. സമ്പർക്ക പട്ടിക വിപുലീകരിക്കാനാണ് തീരുമാനം. ഹൈറിസ്ക് വിഭാഗത്തിൽപ്പെട്ട 11 പേരുടെ പരിശോധനാ ഫലം കൂടി നെഗറ്റീവായത് ആശ്വാസമായി. എല്ലാ ആശുപത്രികളിലും ചികിത്സയിൽ രോഗികളുള്ള ആശുപത്രികളിൽ മെഡിക്കൽ ബോർഡുകൾ നിലവിൽ വന്നു. മെഡിക്കൽ ബോർഡുകളുടെ ഇന്നലത്തെയും ഇന്നത്തെയും ഒക്കെ റിപ്പോർട്ടുകൾ രോഗികളുടെ നില സ്റ്റേബിൾ ആണ് എന്നുള്ളതാണ്. ഒരു കുഞ്ഞ്, ആദ്യം മരിച്ച വ്യക്തിയുടെ കുട്ടി വെന്റിലേറ്ററിലാണ്, പക്ഷേ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത്, സ്ലൈറ്റ്ലി ഇംപ്രൂവിംഗ് എന്നുള്ളത് ആണ് ഡോക്ടേഴ്സ് അവിടെ നിന്ന് നൽകുന്ന ഒരു വിവരം. വെന്റിലേറ്ററിലാണ്, ഇപ്പോഴും വെന്റിലേറ്ററിലാണ്, പക്ഷേ ഇംപ്രൂവ് ചെയ്യുന്നു എന്നുള്ളത് പോസിറ്റീവായിട്ടുള്ള ഒരു കാര്യമായിട്ട് കാണുന്നുണ്ട്. ഇന്ന് നമ്മൾ പ്രത്യേകമായി ഫോക്കസ് ചെയ്യുന്ന മേഖല ഈ അവസാനം പോസിറ്റീവായ വ്യക്തിയുടെ കോണ്ടാക്ട് ട്രേസിംഗ്, അത് പൂർണ്ണമാക്കുക. അതുകൂടാതെ മറ്റേതെങ്കിലും എവിടെയെങ്കിലും ഈ പോസിറ്റീവായിട്ടുള്ള പേഷ്യൻസിന്റെ കോണ്ടാക്ട്സ് മിസ് ചെയ്തു പോയിട്ടുണ്ടെങ്കിൽ അത് കണ്ടെത്തുക എന്നുള്ളതാണ്. അപ്പോൾ അത് പല മാർഗങ്ങളിലൂടെ നമ്മളത് ചെയ്യുന്നുണ്ട്. അതുകൂടാതെ ആദ്യത്തെ കേസ്, അതായത് ഇന്നലെ നമ്മൾ പരിശോധനയിലൂടെ തന്നെ പോസിറ്റീവാണെന്ന് കണ്ടെത്തിയ, നമ്മൾ സംശയിച്ച 30-ാം തീയതി മരണപ്പെട്ട വ്യക്തി, ആ ഇൻഡെക്സ് കേസ്, അദ്ദേഹത്തിന്റെ സോഴ്സ് ഐഡന്റിഫിക്കേഷൻ കൂടി ഇതിന് സമാന്തരമായി നമ്മൾ നടത്തുകയാണ്. അതിനു വേണ്ടിയിട്ടാണ് പോലീസിലേക്ക് ഇന്നലെ അഭ്യർത്ഥന നൽകിയിരുന്നു. ഇദ്ദേഹത്തിന്റെ മൊബൈൽ ടവർ ലൊക്കേഷൻ ലഭ്യമാക്കണമെന്നുള്ളത്. ആ മൊബൈൽ ടവർ ലൊക്കേഷന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം സഞ്ചരിച്ച മാർഗങ്ങൾ, അദ്ദേഹം പോയ സ്ഥലങ്ങൾ ഒക്കെ കണ്ടെത്താനായിട്ട് ശ്രമിക്കുകയും ആ സോഴ്സ് ഐഡന്റിഫിക്കേഷൻ, അപ്പൊ നമുക്ക് നിപ്പ വൈറസ് രോഗവുമായി ബന്ധപ്പെട്ട് വൈറസ് ശരീരത്തിൽ പ്രവേശിച്ചു കഴിഞ്ഞാൽ എത്ര ദിവസത്തിനകം, അതിനൊരു ഇൻക്യുബേഷൻ പീരീഡ് ഉണ്ട്. എസ് വിനേഷ് കുമാർ ഉണ്ട് വാർത്തയുടെ വിശദാംശങ്ങളുമായി. വിനേഷ്, പുതിയ പരിശോധനാ ഫലങ്ങൾ എല്ലാം നെഗറ്റീവ് എന്നത് ആശ്വാസകരമായ സാഹചര്യമായിരുന്നു. അപ്പോൾ പോലും കൂടുതൽ കടുത്ത നിയന്ത്രണങ്ങളിലേക്ക് പോകുന്നു. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ അനിശ്ചിതകാലത്തേക്ക് അടച്ചിടാനുള്ള തീരുമാനം ഏത് സാഹചര്യം കണക്കിലെടുത്തുള്ളതാണ്? രേണുക, 94 പരിശോധനാ ഫലങ്ങൾ പുറത്തു വന്നപ്പോൾ 6 പേർക്കാണ് നിപ്പ പോസിറ്റീവായത്. ഇതിൽ 2 പേർ മരിച്ചു. 4 പേരുടെ ചികിത്സ നടക്കുന്നുണ്ട്. ഹൈ റിസ്കിൽ ഉള്ളവർ, 200 ചില്ലാനം ആളുകൾ ഇപ്പോഴും ഹൈ റിസ്കിലുണ്ട്. അതേസമയം 21 ആളുകൾ രോഗലക്ഷണങ്ങളോട് കൂടി സംശയ സാഹചര്യത്തിൽ രോഗലക്ഷണങ്ങൾ ഉള്ളതിനാൽ ആശുപത്രിയിൽ ചികിത്സ തേടി ഐസൊലേഷനിലുണ്ട്. പക്ഷെ ഇവരെല്ലാവരും പോസിറ്റീവ് അല്ല എന്നുള്ളതാണ്. പക്ഷേ രോഗലക്ഷണങ്ങളുണ്ട്. പക്ഷേ ഈ നിലവിലെ ആ ഒരു അപകട അവസ്ഥ ഇല്ല എന്നുള്ളൊരു ഒരു സൂചനയാണ് ആരോഗ്യമന്ത്രി നൽകിയത്. അതായത് 2ാം ഘട്ടം ഹൈ റിസ്കിൽ വരുന്ന ആളുകളുടെ സമ്പർക്ക പട്ടികയിൽ നടത്തിയ പരിശോധനയിലെല്ലാം തന്നെ നെഗറ്റീവ് ആയിരിക്കുന്നു എന്നുള്ളതാണ് ആശ്വാസകരം എന്ന് മന്ത്രി പറയുന്നു. അതേസമയം ജില്ലയിൽ കടുത്ത നിയന്ത്രണങ്ങൾ ഏർപ്പെടുത്തിയിട്ടുണ്ട്. വിദ്യാഭ്യാസ സ്ഥാപനങ്ങൾ ഒരു ഉത്തരവുണ്ടാകുന്നത് വരെ തുറക്കില്ല എന്നാണ് ജില്ലാ കളക്ടർ അല്പസമയം മുമ്പ് വാർത്താക്കുറിപ്പിൽ അറിയിച്ചത്. അതേസമയം ഓൺലൈൻ ക്ലാസുകൾ തുടരും. പ്രൊഫഷണൽ കോളേജുകളും മദ്രസകളും അങ്കണവാടികൾക്കുമെല്ലാം ഇത് ബാധകമായിരിക്കുമെന്നും ജില്ലാ കളക്ടർ അറിയിച്ചിട്ടുണ്ട്. ഒപ്പം തന്നെ സമ്പർക്ക പട്ടിക ഇനിയും വിപുലീകരിക്കും. 1050ഓളം പേരാണ് ഇപ്പോൾ സമ്പർക്ക പട്ടികയിലുള്ളത്. പക്ഷേ ഏറ്റവും അവസാനം നിപ്പ ബാധിച്ച ചെറുവണ്ണൂർ സ്വദേശിയുടെ റൂട്ട് മാപ്പ് നോക്കുമ്പോൾ കൂടുതൽ ആളുകളുമായി, ഇപ്പോൾ തന്നെ 72 ആളുകളുമായുള്ള അദ്ദേഹത്തിനുണ്ടായിരിക്കുന്ന സമ്പർക്കമാണ് കുഴക്കുന്നത്. അതുകൊണ്ട് തന്നെ കോഴിക്കോട് കോർപ്പറേഷൻ പരിധിയിൽ വരുന്ന 7 ഡിവിഷനുകൾ പൂർണ്ണമായും കണ്ടെയ്ൻമെന്റ് സോൺ ആക്കിയിട്ടുണ്ട്, അടച്ചിട്ടിരിക്കുകയാണ്. അവിടെ അവശ്യ സാധനങ്ങളുടെ കടകൾ മാത്രമാണ് പ്രവർത്തിക്കുന്നത്. അതേസമയം തൊട്ടടുത്തുള്ള മുനിസിപ്പാലിറ്റി, ഫറോക്ക് മുനിസിപ്പാലിറ്റി പൂർണ്ണമായും മുഴുവൻ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിൽ വന്നിട്ടുണ്ട്. കൂടാതെ ഈ ആദ്യം നിപ്പ റിപ്പോർട്ട് ചെയ്ത മരുതോങ്കര ഉൾപ്പെടെ 8 പഞ്ചായത്തുകളിലെ വിവിധ വാർഡുകളും കണ്ടെയ്ൻമെന്റ് സോണിലാണ്. ഇവിടെ എല്ലാം തന്നെ കർശന നിയന്ത്രണമുണ്ട്. വരും ദിവസങ്ങളിൽ കൂടുതൽ നിയന്ത്രണത്തിലേക്ക് ജില്ല പോകുന്ന ഒരു അവസ്ഥയുണ്ട്. എന്തായാലും കേസുകൾ പുതിയ കേസുകൾ വരുന്നില്ല. പക്ഷേ അടുത്ത ദിവസങ്ങളിൽ കേസുകൾ വരികയാണെങ്കിൽ ഇതിലും നിയന്ത്രണം കടുപ്പിക്കും എന്ന് തന്നെയാണ് ആരോഗ്യമന്ത്രി വ്യക്തമാക്കിയിട്ടുള്ളത്. ശരി.